ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എടുത്തിരുന്നത് വേവ്സിനെ പറ്റിയിട്ട്, ലോഞ്ചിറ്റ്യൂഡിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, മെക്കാനിക്കൽ, അതൊക്കെ പറഞ്ഞ് ഏകദേശം കവറപ്പ് ചെയ്തു. ഇനി ഇപ്പം ഏകദേശം ഏതൊക്കെ വേവ് ഉണ്ട്, ടൈപ്പ് ഓഫ് വേവ്, കാര്യങ്ങളൊക്കെ ഓക്കെ. ഈ വേവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ച പെൻഡുലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് അതും ഇതുമൊക്കെ തമ്മിൽ എന്താ ബന്ധം, അതൊക്കെ പാടഞ്ഞ് കൂടിച്ചേരാൻ പോവാം അവിടെ. ഓക്കെ, നേരത്തെ പഠിച്ച കാര്യങ്ങളിൽ അതേ സാധനം ഒരു വ്യത്യാസമില്ലാതെ വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ടൈം, ഫ്രീക്വൻസി. ഇപ്പോൾ ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ട് കൃത്യമായിട്ട് കാണാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെറിയ രൂപത്തിൽ ഇവിടെ എന്ത് ചെയ്യും, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവും. അത് അതേമാതിരി തന്നെ പിന്നെ പുതിയ രണ്ട് സാധനങ്ങൾ വരും. എന്താണ്? വേവ് ലെങ്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലേശം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, എന്നാലും ഓക്കെ. വേവ് ലെങ്ത്, സ്പീഡ്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാഫുകളുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ഗ്രാഫ്. അപ്പോൾ എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ളത് നേരത്തെ നമ്മൾ പഠിച്ച ആംപ്ലിറ്റ്യൂഡിന് എ, ടൈം പീരീഡിന് ടി, ഫ്രീക്വൻസിക്ക് ഇത്, പിന്നെ പുതിയ രണ്ടാൾക്കാർ ലാംഡ, വേവ് ലെങ്ത്തിന്, പിന്നെ വി വെലോസിറ്റി നമുക്കറിയാം. ഈ വേവ് ലെങ്ത് എന്താ? വേവ് ലെങ്ത് ഓല് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓല് പറയുന്നത് ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഒരേ രണ്ട് അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ് ഒരേ വൈബ്രേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, അവർക്കിടയിൽ ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പറയണത്. എന്താ പറയണതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു ചങ്ങായി, ഇവിടെ ഒരു ചങ്ങായി, ഇങ്ങനെ ഇവിടെ ഒരു ചങ്ങായി, ഇവിടെ ഒരു ചങ്ങായി. അപ്പൊ ഈ ചങ്ങായി മുതൽ ഈ ചങ്ങായി വരെയുള്ള നീളമാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആ ചങ്ങായി മുതൽ ആ ചങ്ങായി വരെ, എന്തുകൊണ്ട് ഈ ചങ്ങായി ഇങ്ങനെ ആവില്ല? കാരണം ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉള്ള ഈ ചങ്ങായി താഴത്തേക്ക് വരാൻ നോക്കും, ഇവൻ മേലക്ക്. ഓക്കെ, ഇവനെന്ത് ചെയ്യും? ഇവനും താഴത്തേക്ക്. അപ്പോൾ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷൻ, രണ്ടുപേരും താഴത്തേക്ക്, രണ്ടുപേരും മേലക്ക്, അങ്ങനെ ആവണം. ഇപ്പോൾ രണ്ടുപേരും താഴത്തേക്ക്, അതാണ് വേവ് ലെങ്ത്. ഇനിയിപ്പോൾ ഈ ചങ്ങായി നോക്ക്, ഈ ചങ്ങായി ഇവരും ഒരേ ഫേസിലേക്കാണ് ഉണ്ടാവുക. ഇനി ഈ ചങ്ങായി അതേപോലെ ഇവനെയും നോക്കാം, ഒരേപോലെയാവും. അതിപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെയാണ് ഒന്നും കൂടി ഉണ്ടാവുക. എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരേ ഒരു വേഗത്ത് ഈ ചങ്ങായി, അതേമാതിരി ഈ ഒരു ചങ്ങായി എന്താണ്, ഒരേ ഫേസിലേക്കാരം. ഇപ്പം മല ഇറങ്ങി ഇവിടെ എത്തി, ഇവനും മല ഇറങ്ങി താഴത്തേക്ക്. മനസ്സിലായോ? ഇവൻ മല ഇറങ്ങിക്കൊണ്ടിരിക്കണം, ഇവനും മല ഇറങ്ങിക്കൊണ്ടിരിക്കണം. സെയിം സാധനം. ഇനിയിപ്പോൾ ഇതും എന്താണ്? വേവ് ലെങ്ത് ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കും എന്താണ്? വേവ് ലെങ്ത് ആണ്. മനസ്സിലായോ? അതേമാതിരി എന്തെങ്കിലും വേവ് ലെങ്ത് ആണ്. ഇവിടുന്ന് കാണുമോന്നറിയില്ല. അതായത് ഇങ്ങനൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഒട്ടും എന്ത് തന്നെയാ? ഒരു വേവ് ലെങ്താണ്. ഓക്കെ ആണല്ലോ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരേ ഫേസിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന അവർക്കിടയിൽ അടുത്തടുത്തുള്ള രണ്ട് പാർട്ടിക്കിൾ അവരെന്ത് ചെയ്യണം? ഒരേ ഫേസിലായിരിക്കണം വൈബ്രേറ്റ് ചെയ്യുക. ആ ഡെഫിനിഷനിൽ മാത്രമേ ഉള്ളൂ. വരയ്ക്കുമ്പോൾ അത് നോക്കിയാൽ ചാൻസ്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്രസ്റ്റ് ടു ക്രസ്റ്റ്, ടഫ് ടു ടഫ്. ഓക്കെ, മലയാളം പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് പറയാത്തത് കേട്ടോ. അതാണ് അതിൻ്റെത്. ഇനി വേവ് ലെങ്ത്, ഇത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെതാണ്. മറ്റേ കംപ്രഷൻ്റെ ചങ്ങായോ എങ്ങനെ ഉണ്ടെങ്കിലേ ഓനോ, അതെന്താണ്? സി ടു സി അല്ലെങ്കിൽ ആർ ടു ആർ. മനസ്സിലായോ? ആ ഒരു ഗ്യാപ്പ്. ഇനിയാണ് കളി. നമ്മൾ ആംപ്ലിറ്റ്യൂഡൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഇവിടെയാണ് വരുന്നത്.
ഇപ്പോൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫും പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണിത്. ഇതിൽ ഈ ഒരു ഹൈറ്റ് ഇല്ലേ, ഇതാണ് എന്ത്, ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു ഇത്രയും ഭാഗം എന്താണ്, വേവ് ലെങ്ത് ആണ്. പക്ഷെ ഇവിടെ ടൈം ആയതുകൊണ്ട് നമുക്കത് വേവ് ലെങ്ത് ആണെന്ന് എന്ത് ചെയ്യാം, പറയാൻ പറ്റൂല. പക്ഷെ കാണുമ്പോൾ പിക്ചറിൽ എന്താണ്, വേവ് ലെങ്ത് ആണ്. ബട്ട് എനിവൈസ്, പക്ഷെ ഈ ഒരു സംഗതി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സമയം എടുത്തില്ലേ, ഇങ്ങനെ പോയി ഇങ്ങനെ വരാനൊരു സമയം എടുത്തില്ലേ. അതായത് എവിടെ തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചു. അതിന് നമ്മളെ ഓസിലേഷൻ കൺസെപ്റ്റിലാണെങ്കിൽ അതിനൊരു ഓസിലേഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ വേവ് ട്രാൻസ്വേഴ്സറിന്റെ കേസിലായതുകൊണ്ട് നമ്മൾ അതിനൊരു വൺ സൈക്കിൾ എന്ന് പറയാം. എന്ത് പറയാ, വൺ സൈക്കിള്. അത് ഏതുമാതിരി തന്നെ വൺ ഓസിലേഷൻ, അതേപോലെ തന്നെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇത് അതേപോലെ തന്നെ അല്ലേ, ഇത് അടുത്തൊരു സൈക്കിളല്ലേ, രണ്ടാമത്തെ സൈക്കിള്. ഇപ്പൊ തന്നെ മനസ്സിലായി ഇതൊരു സൈക്കിളിന്റെ ഓസിലേഷന്റെ കഥ പറയുമ്പോൾ ഇവിടെ ഉണ്ട് ഫ്രീക്വൻസി ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഇവിടെ കണ്ടു. ആംപ്ലിറ്റ്യൂഡ് എവിടെയുണ്ട്, ഈ ചെങ്ങായിക്കുള്ളില്ല ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഇല്ല. അതേപോലെ ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഓക്കെ എന്താണെന്നുള്ളത്, ഈ ഒരു എത്രയാണോ ഇവിടെ എഴുതിയിട്ടുള്ള ഒരു അളവ് ഉണ്ടാവുക അതാണ് ആംപ്ലിറ്റ്യൂഡ്. കുറച്ച് മണി കഴിഞ്ഞാൽ നല്ല പിക്ചേഴ്സ് വരുന്നുണ്ട്, നോക്കാം. മാക്സിമം അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ്, അതാണ് എന്ത്, ഈ ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ആണ് എന്ത്, ആംപ്ലിറ്റ്യൂഡ്. ഇതും എന്ത് തന്നെയാണ്, ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് കേട്ടോ. ഇതും എന്ത് തന്നെയാണ്, ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. ഇനി ടൈം പീരീഡ് ഇപ്പോൾ ഇവിടെ കിട്ടി, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഈ ഫ്രീക്വൻസി എന്താ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റിൽ പറഞ്ഞ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ. എങ്ങനെ, ടൈം പീരീഡ് എന്ന് പറയുന്നത് വൺ സൈക്കിളിന്റെ സമയം അല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിള്. മനസ്സിലായോ? ഒരു സെക്കൻഡിൽ 10 സൈക്കിളാണെങ്കിൽ എന്താ 10 ഹെഡ്സ്, ഒരു സെക്കൻഡിൽ 100 സൈക്കിളാണെങ്കിൽ 100 ഹെഡ്സ്. അഥവാ എന്താ പറയണേ, ഈ ചങ്ങായി ഇപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോ, ഇപ്പോ ഇവിടെ എത്താൻ 1 സെക്കൻഡ് ടൈം, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ഇങ്ങനെ അയക്കണമെങ്കിൽ എന്താ അതിനർത്ഥം, ഇപ്പോ ഇത് ഒരു സൈക്കിള്, ഇത് അടുത്തൊരു സൈക്കിള്, ഇതൊരു സൈക്കിളിന്റെ പകുതി, ഇതൊന്ന് ഇത് ഹാഫ്, ഇപ്പൊ 2.5 ഹെഡ്സ്. മനസ്സിലായോ? സുഖല്ലേ? വലിയ ചോറയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഫ്രീക്വൻസി ഇവിടെ പറഞ്ഞു, ടൈം പീരീഡ് പറഞ്ഞു, പിന്നെ ലാംഡ ജസ്റ്റ് ഇതാ ഈ ഒരു ലെങ്ത് അവിടെ നിൽക്കട്ടെ, ലാംഡ പറഞ്ഞില്ലേ. ഇനി നമുക്ക് ലാംഡ ഉണ്ട് കാര്യമായിട്ട്, പിന്നെ അതേമാതിരി വെലോസിറ്റിനെ പറ്റിയും പറയാണ്ട്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡും പറഞ്ഞു. ഓക്കെ ആണ് വിചാരിക്കണേ. ഇനി അടുത്ത ഭാഗത്തേക്ക്, ഇതാണ് ഇവിടെയാണ് ശരിക്കും നമുക്ക് ലാംഡ കാണാനൊക്കെ സുഖം. നോക്കിക്കോ, ഇപ്പോ ഇവിടെ തുടങ്ങി 0 തുടങ്ങി 4 അവസാനിച്ചില്ലേ, അതെന്താണ് 0 to 4, അതാണ് എന്ത്, ഒരു ലാംഡ അഥവാ വേവ് ലെങ്ത്. ഓക്കെ, 1 വേവ് ലെങ്ത്. അതിപ്പോ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. നോക്കിക്കോ, ഞാൻ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ, ക്വസ്റ്റ്യനിൽ പറയണത് 12 മീറ്റർ ട്രാവൽ ചെയ്തു, അഥവാ ഈ ഒരു വേവ് 12 മീറ്റർ ട്രാവൽ ചെയ്തു ഒരു സെക്കൻഡ് കൊണ്ട്. ഒരു സെക്കൻഡിൽ 12 മീറ്റർ ട്രാവൽ ചെയ്തു. അതെന്താണ് അതിന്റെ ഇതെന്താ തന്നത്, ഫ്രീക്വൻസി അല്ലേ. ഒരു സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തേ, ഒരു സെക്കൻഡിൽ 12 മീറ്റർ ട്രാവൽ ചെയ്തു എന്നാ പറഞ്ഞേ. അപ്പോ ഫ്രീക്വൻസി എത്രയാ അറിയോ? അറിയില്ല, ഞാൻ എന്തോ പറഞ്ഞൊന്നും മറന്നുപോയി.
ഇനി അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ്. നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആയിരുന്നു, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതില് ശരിക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വേവ് ലെങ്ത് ഒക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ തന്നിട്ടുള്ളത്, എന്താ തന്ന കാര്യം 12 മീറ്റർ ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഈ ഒരു വേവ് ഒരു സെക്കൻഡിൽ 12 മീറ്റർ ട്രാവൽ ചെയ്തു. ഒരു സെക്കൻഡിൽ 12 മീറ്റർ ട്രാവൽ ചെയ്തു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മോട് കാണാൻ പറഞ്ഞത് ഫ്രീക്വൻസി എന്താ, ടൈം പീരീഡ് എന്താന്നാണ്. ഓക്കെ, ഇപ്പൊ ഫ്രീക്വൻസി എന്താന്ന് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു 12 മീറ്ററിൽ എത്ര സൈക്കിൾ ഉണ്ട് നോക്കിയാൽ പോരെ. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളാ, അതാണ് എന്ത് ഫ്രീക്വൻസി. ഒരു സെക്കൻഡില് എത്ര സൈക്കിള്, അതാണ് എന്ത് ഫ്രീക്വൻസി. അപ്പൊ ഇതിൽ എത്ര സൈക്കിൾ ഉണ്ടെന്ന് തന്നെ എണ്ണി നോക്കാം. ഇതിങ്ങനെ പോയി, ഇതൊരു സൈക്കിള്, രണ്ടാമത്തെ സൈക്കിള്, മൂന്നാമത്തെ സൈക്കിള്. അപ്പൊ ആദ്യത്തെ ഇവന് 1 നേടാം, ഇവനെ 2 നേടാം. അപ്പൊ ഒന്നാമത്തതില് 3 സൈക്കിള്. അപ്പൊ അഥവാ ഒരു സെക്കൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കണേ. അപ്പൊ അഥവാ എന്താണ് 3 ഹെഡ്സ്. അത് കിട്ടി. ഇനി അതിന്റെ തന്നെ ടൈം പീരീഡും കൂടി കാണാം. ഇപ്പൊ ഫ്രീക്വൻസി കിട്ടിയല്ലോ, ഫ്രീക്വൻസി അപ്പൊ ഇക്വേഷൻ വെക്കുക, യൂസ് ചെയ്യാ, എന്താ ഇത്. അപ്പൊ ഇനി ടൈം പീരീഡ് ആവുമ്പോ 1/f. ഇപ്പോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി എത്ര, 3 അല്ലേ. 3 ചെയ്യുമ്പോ എന്ത് കിട്ടും, 1/3 കിട്ടിയാൽ മതി. അഥവാ എന്തെങ്കിലും 0.3333 സെക്കൻഡ് അങ്ങനെ പോകും. അതാണ് എന്ത് ടൈം പീരീഡ് കിട്ടിയ ആദ്യത്തിന്റെ. രണ്ടാമത്തിന്റെ ടൈം പീരീഡോ, രണ്ടാമത്തിന്റെ ഫ്രീക്വൻസി കാണാം. രണ്ടാമത്തിന്റെ ഫ്രീക്വൻസി നമ്മൾ ആദ്യത്തിന്റെ കണ്ടതേ മാതിരി തന്നെ കാണാം. നമ്മൾ എന്ത് ചെയ്യാ, എത്ര സൈക്കിൾ ഉണ്ട് കാണാം. 1 സൈക്കിള്, 2 സൈക്കിള്, 3 സൈക്കിള്, 4 സൈക്കിള്, 5 സൈക്കിള്, 6 സൈക്കിള്. കറക്റ്റ് 6 സൈക്കിൾ എന്തുണ്ട് ഇതിനുണ്ട്. ഓക്കെ, ഇത് എത്ര ഉണ്ട്, കറക്റ്റ് 6 സൈക്കിൾ ഉണ്ട്. അപ്പോ 6 സൈക്കിള് എന്ന് പറയുമ്പോ ഒരു സെക്കൻഡില് അതിനർത്ഥം ഫ്രീക്വൻസി എന്താ, 6 ഹെർട്സ്. ഓക്കെ, നമുക്ക് ടൈം പീരീഡ് കാണാം. 1/f അതെത്രയാ, 1/6 സെക്കൻഡ്സ്. അതന്നെ. ഇനി ഇതിന്റെ ഒക്കെ ലാംഡ കാണാനല്ലോ. അപ്പോഴോ ഇതിന്റെ ഒക്കെ ലാംഡ കാണാണെങ്കിലോ, അപ്പൊ ഇതിന്റെ ഒക്കെ 1/6 ഞാൻ ഇവിടെ എഴുതിയേക്കാണ്. ടി ടൈം പീരീഡ്, ഇതിന്റെ ടൈം പീരീഡ് എത്രയാ, 1/3 എന്ന് എഴുതിയേക്കാണ്. ഇനി ഞാൻ അത് മായ്ക്കാൻ പോവാ. ഇതിന്റെ ഒക്കെ ലാംഡ കാണണം. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ, വേവ് ലെങ്ത്. ഇതിന്റെ വേവ് ലെങ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയോ, ഒന്നാമത്തിന്റെ വേവ് ലെങ്ത് പറഞ്ഞപ്പെടുന്ന എണ്ണ എത്ര, 4. രണ്ടാമത്തിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2. അതന്നെ 2 സെന്റിമീറ്റർ മീറ്റർ. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മീറ്ററിൽ സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സെന്റിമീറ്റർ ആണെന്ന് എഴുതണം, മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ എഴുതണം. പിന്നെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റർക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോവാം. ഇസ് ദെയർ എ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്? ഫ്രീക്വൻസി വേവ് ലെങ്ത് നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമുക്ക് ഇവിടെ നോക്കാം തന്നെ. ഇവിടുത്തെ കേസിൽ ഇവിടെ വേവ് ലെങ്ത് രണ്ടാമത്തേന് 2, രണ്ടാമത്തേന് 2 വേവ് ലെങ്ത് 2. ഫ്രീക്വൻസി എത്രയാ ഇവിടുത്തെ രണ്ടാമത്തതിന്റെ ഫ്രീക്വൻസി 6 അല്ലേനോ, ഇതിന്റെ ഫ്രീക്വൻസി 3 അല്ലേനോ. അതായത് ഫ്രീക്വൻസി കൂടിയപ്പോ വേവ് ലെങ്ത് കുറഞ്ഞു. ഇവിടെ ഫ്രീക്വൻസി 3, ഇപ്പൊ ഇവിടെ ഫ്രീക്വൻസി വേവ് ലെങ്ത് 4 അല്ലേ. വേവ് ലെങ്ത് കൂടിയപ്പോ ഫ്രീക്വൻസി കുറഞ്ഞു, ഫ്രീക്വൻസി കൂടിയപ്പോ വേവ് ലെങ്ത് കുറഞ്ഞു. കിട്ടിയില്ലേ ആ ഒരു കണക്ഷൻ? ഇത് നോക്കാം. അതിലൊരു റിലേഷൻ ആണ്.
വി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലാംഡ. ഫോഴ്സ് അല്ല കേട്ടോ, ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. ബി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇതിന്റെ സ്പീഡ് വെലോസിറ്റി തരിക. നമുക്കിവിടെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കാണാം വെലോസിറ്റി എങ്ങനെയാന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു ഇതിൽ ഓൾറെഡി നമുക്ക് എന്ത് തന്നു, ഒരു സെക്കൻഡില് 12 മീറ്റർ എന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. ഇപ്പൊ 12/1 എന്ന് പറയുമ്പോ 12 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ വെലോസിറ്റി. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്തു, ആളെന്ന് വെച്ച് കണ്ടെത്തി. വെലോസിറ്റി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നോക്കൂ, ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ വെച്ച് ചെയ്യുമ്പോ 12, ഫ്രീക്വൻസി പറഞ്ഞാല് 6. രണ്ടിന്റെയും വെലോസിറ്റി സെയിം ആണല്ലോ, കാരണം രണ്ടും 12 മീറ്റർ ട്രാവൽ ചെയ്തു ഒരു സെക്കൻഡില്. 6. ഇതിപ്പോ ആരതിന്റെ ഫ്രീക്വൻസി രണ്ടാമത്തെ കേസിന്റെ. രണ്ടാമത് ലാംഡ അറിയില്ലാന്ന് വെച്ചോ, 12 പിന്നെ ഡിവൈഡ് ബൈ 6, ലാംഡ എന്ന് പറയുന്നത് എത്ര, 2. കിട്ടില്ലേ? അതേമാതിരി മറ്റേ കിട്ടും. അപ്പൊ ആ ഒരു റിലേഷൻ ഉണ്ട്, മനസ്സിലായോ? റിലേഷൻ എന്താണ് ഉണ്ട്. ഹയർ ഫ്രീക്വൻസി ഷോർട്ടർ വേവ് ലെങ്ത്. നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു എന്താ, ഫ്രീക്വൻസി അവിടെ വായിച്ചോ. ഓക്കെ, ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും, വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കൂടും. മനസ്സിലായോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വേവ് ലെങ്ത്. അതന്നെയാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കണത്, ഇവിടെ എഴുതിയിരിക്കണത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അത് അതേമാതിരി എഴുതാം. അപ്പൊ വേവ് ട്രാവൽ 700 മീറ്റർ 2 സെക്കൻഡ് ഡിസ്റ്റൻസ്, 700 മീറ്റർ, 700 അതേമാതിരി മീറ്റർ, ടൈം ടി 2 സെക്കൻഡ് അതേമാതിരി എഴുതി. എന്താ ചോദിച്ചേ, വി ആണ് ചോദിച്ചേ അല്ലെ. അപ്പൊ വി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം. കറക്റ്റ് അല്ലേ? 700 ഡിവൈഡ് ബൈ 2 അപ്പൊ 350 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എപ്പോഴും മസ്റ്റ് ആണ്. ഓക്കെ, ഒരു വേവ് ട്രാവൽ ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് കണ്ട് സാധാ നമ്മളെ ഫിസിക്സ് തന്നെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. കറക്റ്റ് ആണ്, കിട്ടി. ഇനിയാണ് നമ്മുടെ ഇത് യൂസ് ചെയ്യണം. ഒരു സൗണ്ട് വേവ് ഫ്രീക്വൻസി 175, അങ്ങനെ വേവ് ലെങ്ത് എത്ര, അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്രയാന്ന് ചോദിച്ചു. ഫ്രീക്വൻസി എത്രയാന്ന് പറഞ്ഞാൽ 175 ഹെർട്സ്. വേവ് ലെങ്ത് എത്രയാന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് പറയുന്നത് എത്ര, 2 മീറ്റർ അല്ലേ. നമുക്ക് ശ്രദ്ധിച്ചോ, ഇത് മീറ്റർ ആണ്, സെന്റിമീറ്റർ അല്ല. സെന്റിമീറ്റർ തന്നാല് മീറ്റർക്ക് മാറ്റണം. എന്താണ്, സെന്റിമീറ്റർ തന്നാല് അതിനെ മീറ്റർക്ക് എപ്പോഴും മാറ്റണം. അപ്പൊ ഓക്കെ, നമ്മൾ ഇക്വേഷൻ എന്താ, എഫ് ഇൻറ്റു ലാംഡ 175 ഇൻറ്റു 2 അത്ര 380. വെലോസിറ്റി, സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താ, എത്രയാ, 150 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ എഴുതുമ്പോ ഇതേപോലെ എഴുതാനൊക്കെ മാക്സിമം എന്ത് ചെയ്തോണ്ടു, ശ്രദ്ധിച്ചോണ്ടു കേട്ടോ. ഇനി അടുത്തത് ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്ത വേറൊരു പ്രോബ്ലം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി 350 തന്നു. പിന്നെ ഡയറക്റ്റ് എന്താ തന്നെ, ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി തന്നു 35 തന്നു. ഇനി ചോദിച്ചത് എന്തേക്കാരം, ഡിസ്റ്റൻസ്. കണ്ടോ, നമ്മള് ലാംഡയാണ് കാണേണ്ടത് നമുക്ക് അറിയാം. പക്ഷെ ഒരു ചോദിച്ചത് ലാംഡ ഡയറക്ട്ലി ചോദിച്ചില്ല. എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട്, 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ, അഥവാ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ഇതേമാതിരി ഒരു സംഗതി ഇല്ലേനോ, ഇങ്ങനെ അടുപ്പിച്ച് പ്രഷറൊക്കെ പറഞ്ഞിട്ടില്ല സാധനം. അപ്പൊ അവർക്കിടയിലുള്ള 2 കോൺസിക്യൂട്ടീവ് കംപ്രഷന്റെ അല്ലെങ്കിൽ റിഫ്രാക്ഷന്റെ, അഥവാ സിക്ക് ഇടയിലോ ഓർ ആർആറിന് ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതെന്താ, ലാംഡയാണത്. വേവ് ലെങ്ത് ആണോ ചോദിച്ചത്, മനസ്സിലായോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടഫ് ആക്കുക. ആൻസർ ഒന്ന് തന്നെ ഇക്കാരം, പക്ഷെ വേറെ പേര് ഇല്ലേക്കാരം അതുപോലും മെൻഷൻ ചെയ്യാം. നമുക്ക് ആ കണക്ഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആൻസർ ചെയ്യാൻ പറ്റൂല. ഇവിടെ എന്താ നേരത്തെ ചെയ്ത മാതിരി തന്നെ വി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ ഇടുക. ഇപ്പൊ ഈ ലാംഡ അല്ലേ കാണണ്ടേ, അപ്പൊ ലാംഡ അവിടെ നിർത്തിയിട്ട് ബാക്കി ഇപ്പൊ ഇൻറ്റു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, തിരിച്ച് ചെയ്താ വി ബൈ എഫ് ലാംഡ
ഞാൻ എന്ത് ചെയ്തു, ലാംഡ ഈക്വൽ ടു വി ബൈ എഫ് എന്ന് എഴുതി. ഇനി ലാംഡ എവിടെ, എന്താണ് ലാംഡ? ഓക്കെ, ലാംഡ കാണണം. 350 ഡിവൈഡ് ബൈ 35. അങ്ങനെ ആകുമ്പോ എന്താ 350? ഓക്കെ, 35 ഇൻറ്റു 10 അല്ലേ 350. 35 ഇൻറ്റു 10 അല്ലേ 350. അങ്ങനെ ആവുമ്പോ ലാംഡ എന്ന് പറയുന്നത് 30 ആണ്, 10 ആണ്. 10 മീറ്റർ കൊടുത്തു. ഓക്കെ ഓക്കെ. ഇനി എന്താണ്, ഇങ്ങനെ പോകുമ്പോ പക്ക ഓക്കെയാണ്. കണ്ടോ ഈ സാധനം എഴുതിക്കണ്. ഓക്കെ, രണ്ടും ചോദിച്ചിരിക്കണ്, റിഫ്രാക്ഷനും കംപ്രഷനും ചോദിച്ചിരിക്കണ്. അത് രണ്ടും എന്താണ്, സെയിം ആണ്. ആ ഭാഗം കഴിഞ്ഞു. എന്താ ഫണ്ടമെന്റൽസ്, എന്താ ക്യാരക്ടറിസ്റ്റിക് യൂസ്, ഒരു വേവിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പിന്നെ ലാംഡ, എന്തൊക്കെയാണ് പിന്നെന്താ, വെലോസിറ്റി. വേറെ എന്തൊരു സാധനം ഉണ്ടോ? ടൈം പീരീഡ്. ഓക്കെ. പിന്നെ വേവ് ലെങ്ത്, സ്പെസിഫൈ ഹൗ ഇറ്റ് മെഷേർഡ്. വേവ് ലെങ്ത് എങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനായാലും ട്രാൻസ്വേഴ്സിലും കാണുന്നത്? ലോഞ്ചിറ്റ്യൂഡിൽ ഈ ചങ്ങായി സി ടു സി അല്ലെങ്കിൽ ആർ ടു ആർ. പിന്നെ ട്രാൻസ്വേഴ്സില് ഇങ്ങനെ ആകുമ്പോ ഇത് വേവ് ലെങ്ത് ആണ്, ഇതും വേവ് ലെങ്ത് ആണ്. അങ്ങനെ മനസ്സിലായല്ലോ. ആ ഡെഫിനിഷൻ ആണെങ്കിൽ, ഡെഫിനിഷൻ അറിയാ പക്ഷെ അറിയില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാ, ആദ്യം ചിത്രം വരച്ചേക്ക, ഇത് മാർക്ക് ചെയ്യാം, എന്നിട്ട് അടിയിൽ ഡെഫിനിഷൻ എഴുതാം. മനസ്സിലായോ? ചിത്രം അറിയാം. സാറേ കുട്ടിക്ക് സംഗതി അറിയാം പോവും, എന്നാലും മാക്സിമം പഠിച്ചിട്ട് എഴുതാം. പിന്നെ സ്റ്റേറ്റ് ദ മാസ്റ്റർ ഫോർമുല കണക്ടിങ് വേവ് സ്പീഡ്. മാസ്റ്റർ ഫോർമുല വേവ് സ്പീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്. എന്താ v ഈക്വൽ ടു ഫ്രീക്വൻസി ലാംഡ. ഓക്കെ അല്ലേ? ലാംഡ എന്ന് പറയുന്നത് എന്താ, വേവ് ലെങ്ത്, ഫ്രീക്വൻസി എഫ് ഫ്രീക്വൻസി. പിന്നെ യൂണിറ്റ് ഒക്കെ ചോദിക്കും. വെലോസിറ്റിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാലോ, മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത്. ഫ്രീക്വൻസിന്റെ എന്തേനു, ഹെഡ്സ് അഥവാ ഹെഡ്സ്. പിന്നെ ലാംഡന്റെ പിന്നെ മീറ്റർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. എക്സ്പ്ലെയിൻ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസിന്റെയും വേവ് ലെങ്തിന്റെയും ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എന്താ? ഫ്രീക്വൻസി ലാംഡ കൂടിയാൽ ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കൂടിയാൽ ലാംഡ കുറയും. വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ഇനി ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ലാസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ റിഫ്ലക്ഷൻ എല്ലാവർക്കും അറിയില്ലേ, എക്കോ ഒക്കെ കേട്ടിട്ടില്ലേ? ആ ഭാഗമാണ് പോണത്. ആദ്യം 1-2 സാധനങ്ങൾ. അപ്പൊ ഈ ചെങ്ങായി നോക്കാം. ഇവിടെ എന്താ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ശബ്ദത്തിന്റെ പ്രതിപതനം. ഓക്കെ, അപ്പൊ ഈ ചെങ്ങായി നോക്കാം. എത്ര ചെങ്ങായി വരെ അലാറൊക്കെ ഇതിന്റെ അടികൂടെ എടുക്കണ്? ഒന്നുമില്ല. ഗ്ലാസ് നമുക്ക് അലാർന്നുണ്ടാവുന്ന സൗണ്ട് പൈപ്പ് വഴി ഗ്ലാസ് നമുക്ക് തട്ടിട്ട് ആ ഗ്ലാസ് വന്ന് വീണ്ടും പൈപ്പ് വഴി ചെവി ഓനെ പിരാൻ തന്നെ അല്ലേ. ഇപ്പൊ എന്തിവിടെ പറയണ വെച്ചാല്, സ്മൂത്ത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിച്ച പുള്ളിയായിട്ട് എന്ത് ചെയ്യും, സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് കേൾക്കും. അതിനർത്ഥം റഫ് സർഫസ് ആണെങ്കിൽ എന്ത് ചെയ്യൂല, കേൾക്കൂല. മനസ്സിലായോ? അപ്പൊ നല്ലോണം അടിപൊളിയായിട്ട് സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നല്ല മിനുസുള്ള സർഫസിൽ പോയി കണ്ട് വർത്താനം പറയാം. അപ്പൊ തിരിച്ച് നല്ല ഉറക്കം കേൾക്കും. അതൊക്കെയാണ് ഒരു പറയണത്. നിങ്ങള് തിയേറ്ററിലൊക്കെ പോയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ചുമരും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഭയങ്കര ടൈൽസിട്ട മാതിരി ആവൂല, കുറച്ച് റഫേക്കാരം. അതെന്തിനാ, സിനിമ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഈ ചുമരുമ്പോ തട്ടി തിരിച്ച് നമ്മളെ ശരിക്കണം, ആകെ ഒരുമാതിരി അലമ്പേക്കാരം അല്ലേ. അപ്പൊ അത് പാടില്ലല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്യും, റഫാക്കിടും. മനസ്സിലായോ? അപ്പൊ അതൊരു പോയിന്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, സ്മൂത്ത് സർഫസ് ആയ നല്ല അടിപൊളിയായിട്ട് റിഫ്ലക്ഷൻ കേൾക്കും, റഫായ ക്വാളിറ്റി കുറയും. പിന്നെ ഇവിടെ ഒരു സംഗതി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതിന്റെ പേര് തന്നെ ഉണ്ടാകും എന്താന്നുള്ളത്. ഒരു വട്ടം റിഫ്ലക്ട് ചെയ്ത് വീണ്ടും റിഫ്ലക്ട് ചെയ്യുക, അതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഈ ഒരു സംഗതിയൊക്കെ എന്താണ്, നല്ല സ്മൂത്ത് സർഫസ് ആക്കി നല്ല ഡയറക്ട് ചെയ്തു. അപ്പൊ എന്താണ്, സൗണ്ട് വീണ്ടും നല്ല അടിച്ചപൊളിയായിട്ട് റിട്ടേൺ വരാം. ഓക്കെ,
ഇതിൽ എക്കോ, നമ്മളെല്ലാവരും എക്കോ ബാ 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 അത് കേട്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവും. ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പേരും അഡ്രസ്സൊക്കെ മറന്നുപോയി. ആ ആ മലയോരം വയനാടൊക്കെ പോകുമ്പോ കേട്ടേക്കാരം, എനിക്കറിയില്ല. എനിവേസ് പോകുമ്പോ കടയിൽ കൊണ്ടു എക്കോ കേൾക്കണമെങ്കിൽ വെറുതെ എവിടെ എല്ലായിടത്തും പോയിട്ട് ഒക്കെ കേൾക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ റൂമിലെ കൊച്ചു പോയിട്ട് അങ്ങ് കേൾക്കണ്ടോ എക്കോ? ഇല്ല. ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, എക്കോ കേൾക്കണമെങ്കിൽ ഒരു സമയത്തിൻ്റെ ഒരു സംഗതി ഒക്കെ. അതായത് ഒരു സാധനം അവിടെ പോയി തിരിച്ചു വന്നിട്ട് അങ്ങനെയുള്ള എക്കോ കേൾക്കുക. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഒരു ടൈം ഗ്യാപ്പ് ഒക്കെ വേണം. ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഒരു 1/10 സെക്കൻഡ് നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെവി കേൾക്കുന്നത്, ആ കേൾക്കുന്ന സാധനം 1/10 സെക്കൻഡ് എന്ത് ചെയ്യും, നമ്മളെ ചെവിയിൽ തന്നെ നിൽക്കും. അപ്പൊ ആ സമയത്ത് തന്നെ വേറെ സൗണ്ട് വന്നാൽ നമുക്ക് ഡിഫറൻസ് അറിയില്ല. എന്നാൽ ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് വേറെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 2 വട്ടം 3 വട്ടം കേൾക്കണ മാതിരി തോന്നും. അത് തന്നെയാണ് എക്കോ. പക്ഷെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരണമെങ്കിൽ, അങ്ങനെ ഒരു ഗ്യാപ്പ് വരണമെങ്കിൽ കുറെ ദൂരം പോയിട്ട് തിരിച്ചു വരണ്ടേ? മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്, റൂമിന്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യൂല, അവർ എക്കോ ഫീൽ ചെയ്യൂല. കാരണം ഈ പറയുന്ന സാധനം ഇൻസ്റ്റന്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തിരിച്ചു വരുന്ന കേൾക്കുന്നുണ്ട്, ലൈക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടണില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉണ്ടാവേണ്ട ഒരു ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഈ ഒരു ടൈം 1/10 സെക്കൻഡ് സൗണ്ട് ചെവി തന്നെ എന്ത് ചെയ്യും, നിൽക്കും. അപ്പൊ ആ ഒരു സംഗതി ഓർത്ത് വെക്കണം. അതേമാതിരി അതുകൊണ്ട് എന്ത് ചെയ്യില്ല, എക്കോ ഉണ്ടാവില്ല. അതിന് എക്കോ എന്ന് പറയുന്നത് എന്താ, ഒരു സൗണ്ട് കുറച്ച് സമയം എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേൾക്കുന്നതാണ് എന്ത്, എക്കോ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ചെറിയ റൂമിൽ കേൾക്കാത്തത്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എക്കോക്ക് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ എന്തുള്ളൂ, ആ എക്കോ അങ്ങോട്ട് കിട്ടുള്ളൂ, കേൾക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഒരു മിനിമം ഡിസ്റ്റൻസ് ആണ് എന്ത്, 17.5. ഈ 17.5 എവിടെ, നമ്മളെ നിലവിൽ എയർ മറ്റെവിടെയല്ല, സാധാ നമ്മളുടെ എല്ലാത്തിലും ഒരു 17 മീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു എക്കോ കിട്ടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, എക്കോ കിട്ടൂല. അപ്പോൾ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ ഇവിടെ ഒരു ഇതിൽ തന്നെ തന്നിട്ടുണ്ട്, സ്പീഡ് ഇൻറ്റു ടൈം. അങ്ങനെ ആ ഒരു സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസിൻ്റെ പകുതി എടുത്താൽ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സമയം ഇവിടെ പോയി തിരിച്ച് ഇവിടെ വരാനുള്ള ടൈമാണ് എന്ത്, നമുക്ക് ആ തരുന്ന ടൈം. മനസ്സിലായോ? അപ്പൊ ആ ഫുള്ള് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ആ ഫുള്ള് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഈ കിട്ടുന്ന 35 എന്ന് കാണുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ആരെ സ്പീഡാ, എയറിൽ സൗണ്ടിന്റെ സ്പീഡ്. ടൈം എന്ന് പറയുന്നത് നമ്മളെ ചെവി ഇല്ല നിൽക്കണ സമയമില്ലേ, ആ തമ്മില്. അപ്പൊ അതിലേറെ മിനിമം അങ്ങനെ കിട്ടുന്ന ഡിസ്റ്റൻസിലേറെ കൂടുതൽ ഉണ്ടെങ്കിലുള്ളൂ എക്കോ കേൾക്കാം. ബേസിക്കലി ഈ ഒരു സംഗതി ഓർത്ത് വെക്കുക. നമ്മൾക്ക് ചോദ്യങ്ങൾ വരും, ഈ ഒരു സിറ്റുവേഷനിൽ എക്കോ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവൂലേ? അപ്പൊ ആ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം ഇവിടെ. അപ്പോൾ ഫയർ ക്രാക്കർ, ഒരു ചങ്ങായി പടക്കം പൊട്ടിച്ചു. എന്താട്ടി, ഒരു ചങ്ങായി പടക്കം പൊട്ടിച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ എക്കോയും കേട്ടു. പടക്കം പൊട്ടിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടിയ സമയത്ത് കേട്ടു, പിന്നെ ടോ ടോ ഇങ്ങനെയും കേട്ടു. മനസ്സിലായോ? എക്കോ കേട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്കോ കേൾക്കണമെങ്കിൽ എവിടെയെങ്കിലും സൗണ്ട് തട്ടി തിരിച്ചു വരണല്ലോ. ആ തട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമല്ലേ, അത് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ച്. എങ്ങനെ പടക്കം ഇവിടെ പൊട്ടിച്ചു, ഇവിടുത്തെ സൗണ്ട് ഇങ്ങനെ 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 പോയി. അങ്ങനെ പോയിട്ട് ഇവിടെ ഒരു മതിലുമ്പോ തട്ടീന്ന് കൂട്ടി, ഇത് തിരിച്ച് ഇങ്ങനെ 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 വരണ്ടേ. ഇതൊക്കെ നടന്നത് ഒരു സെക്കൻഡിന്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാ ചോദിച്ചേ. നമുക്ക് ഒരു സെക്കൻഡിനുള്ളിൽ നടന്നു. സമയം സൗണ്ട് എത്ര എടുക്കാം, 350 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാനാ പറഞ്ഞത്. നമുക്ക് ആവശ്യം ഡിസ്റ്റൻസ് അല്ലേ. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ തന്നു, വെലോസിറ്റി തന്നു 350, ഡിസ്റ്റൻസ് തന്നു, അതേമാതിരി ഡിസ്റ്റൻസ് അറിയില്ല, ടൈം തന്നു 1 സെക്കൻഡിന് തന്നു. നമുക്ക് v = d/t എന്നറിയാം. നമുക്ക് വേണ്ടതാ d അല്ലേ.
ഇപ്പൊ ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. വി എന്ന് പറയണത് 350. കാണുന്നുണ്ടോ എന്നൊരു സംശയം. ഞാനിത് തൽക്കാലം ഒന്ന് കളയാണ്. ഓക്കെ, 350 ഇൻറ്റു 1 സെക്കൻഡ്. അപ്പൊ എത്രയാ? 350 മീറ്റർ ആണ് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഈ കിട്ടുന്നത് എന്താ? ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അഥവാ ഇവിടുന്ന് പടക്കം പൊട്ടി സൗണ്ട് ഇവിടെയും അതിലുമ തട്ടി തിരിച്ചു വന്നു. ഇങ്ങോട്ട് 10 മീറ്റർ ഉണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടും 10 ഉണ്ടാവുമല്ലോ. ഇങ്ങോട്ട് 10, തിരിച്ചിങ്ങോട്ടും 10, അപ്പൊ ഇത് 20. ആ കണക്കാണ് എന്ത്? ഈ 350. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതിന്റെ പകുതി. എന്താ സംശയം? അപ്പോ d/2 എത്രയാണ്? 350 പകുതി എത്ര? 175. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാനുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് മതി. ഇപ്പൊ എന്ത് ചെയ്യാ? കിട്ടീൻ്റെ പകുതി എടുക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കണേ. ഞാൻ അടുത്ത ഇതേപോലൊരു ക്വസ്റ്റ്യന്. ചോദ്യം: മിനിമം ഡിസ്റ്റൻസ് എന്താണ് സോഴ്സിന്ന് റിഫ്ലക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്? ഒരു എക്കോ വാട്ടറിന് ഒരു എക്കോ കിട്ടണം. അപ്പൊ അതേമാതിരി നിലവിൽ ഓക്കെ എക്കോ കിട്ടും. പക്ഷെ വാട്ടറിന് എക്കോ കിട്ടാൻ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടി? എയറിലുള്ള മിനിമം ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു 17.5 മീറ്റർ. പക്ഷെ വാട്ടറിൽ എത്ര അറിയില്ല. വാട്ടറിൽ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് സ്പീഡ് എത്രയാ? വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മളെ നേരത്തെ ഈ ഡെറിവേഷൻ ഇല്ലേ ഈ ചങ്ങായി, അതന്നെ ചെയ്യാം. അതിലവിടെ വ്യത്യാസം വരുത്തേണ്ട, സ്പീഡ് മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. കാരണം 1480. അപ്പൊ ടൈം എത്ര? 1/10 സെക്കൻഡ്. ഇതെന്തിനാ 1/10 ഇവിടെ ചെയ്യുന്നത്? ആ പോയ സൗണ്ട് തിരിച്ച് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനേക്കാൾ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എക്കോ കിട്ടുള്ളൂ. മനസ്സിലായോ? അതാണ് കൺസെപ്റ്റ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 148 മീറ്റർ. 148. ഇവിടെ 10 ഈ 10 ഇടാവും. അതാണ് ടോട്ടൽ. ഇവിടുന്ന് ഒരു ചെങ്ങായി ഉണ്ടെങ്കിൽ, ഈ ചെങ്ങായി വെള്ളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവിടെ ഒരു സാധനം പടക്കം പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കാട്ടിയിട്ട് ഇവിടെ ഒരു കല്ലുമലോ എന്തെങ്കിലും തട്ടിയിട്ട് തിരിച്ചു വരാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്? 148 എന്ന് പറഞ്ഞത്. ഇവിടുന്ന് ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എത്ര വേണം? അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 148ന്റെ പകുതി എത്രയാടാ? 148ന്റെ പകുതി എന്ന് പറഞ്ഞാല് 100ന്റെ പകുതി 50, 40ന്റെ പകുതി 20, 8ന്റെ പകുതി 4. അപ്പൊ എത്ര? 74. പക്ക 74. അപ്പൊ 74 മീറ്റർ മിനിമം വേണം. എന്തിന്? എക്കോ കിട്ടാൻ. മനസ്സിലായോ? എക്കോ കിട്ടാൻ 74 മീറ്റർ മിനിമം വേണം. അപ്പൊ ഞാനിനി ചെയ്ത് ശരിയാണോ നോക്കാം. ആണ്. ഇതാണ് ട്രാവൽ ഡിസ്റ്റൻസ്. ഇങ്ങനെ ഇത് ചെയ്തു, അതിന്റെ പകുതി എടുത്തു, സാധനം കിട്ടി. സിമ്പിൾ. ഇനി ഇഫ് സൗണ്ട് ഈസ് മെയ്ഡ് ഇൻ ആൻ എംപ്റ്റി റൂം. എന്തിനാണ് എന്തുകൊണ്ടൊരു ഒരു ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത റൂമിൽ സൗണ്ട് ഉണ്ടായി ഒരു ബൂം എഫക്റ്റ്, ഒരു മുഴക്കം പോലെ. എക്കോ അല്ല, എന്നൊരു പവർഫുൾ ആയിട്ട് വരുന്ന സംഗതി ഉണ്ടല്ലോ. ആ സംഗതി എന്തുകൊണ്ടാണ് ചോദിച്ചത്? ആ സംഗതിന്റെ പേരാണ് റിവർബറേഷൻ. അനുരണം. ഓക്കെ. അപ്പോൾ അത് എവിടേക്ക് അത് നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല. അതെന്താ വെച്ചാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞില്ല നമ്മൾ മറ്റേ ക്ലാസ്സിൽ. സൗണ്ട് അവിടെ തട്ടി തിരിച്ചു വന്ന് വേറെ സ്ഥലത്ത് തട്ടി ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ചെവിക്ക് വരുമല്ലോ, ആ സംഗതി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അവിടെ തട്ടി ഇങ്ങനെ ചെവിക്ക് വരിക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ആ ഒരു സംഗതി നല്ലോണം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത്? ഈ റിവർബറേഷൻ, അല്ലെങ്കിൽ ആ ഒരു ബൂം എഫക്റ്റ്. ആ ഒരു സംഗതിനെ പറയുന്ന പേരാണ് റിവർബറേഷൻ. അപ്പൊ എന്താ അതിന്റെ ഡെഫിനിഷൻ? ലിങ്കറിങ് ഓഫ് സൗണ്ട്. ലിങ്കറിങ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ
മേത്ത് ഒട്ടിപ്പിടിച്ച പിന്നാലെ കൂടുക പറയില്ല, അതേമാതിരി ആ സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഈസ് കേസ്, അതായത് ഒരൊറ്റ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു, പക്ഷെ പിന്നെ ആ സൗണ്ട് ഇങ്ങനെ മറ്റേ സൗണ്ട് ഇങ്ങനെ അവിടെ കടന്ന് ഇങ്ങനെ മുഴങ്ങുക. അതാണ് ആ ഒരു സിറ്റുവേഷനാണ് എന്ത് ചെയ്യുന്നത് റിവർബറേഷൻ പറയുന്നത്. അതിന്റെ കാരണക്കാരൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ദി സൗണ്ട് എന്നാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് പോകും കേട്ടോ, അവിടെ തന്നെ നിൽക്കൂല. അതിന് കുറച്ച് എക്സാമ്പിൾ സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത്, കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഇതിൽ കറക്റ്റ് ചോദിക്കുന്നുണ്ട്, സിനിമ ഹാള് നേരത്തെ ഞാൻ പറഞ്ഞില്ല, സിനിമ ഹാളിൽ എന്തുകൊണ്ടാണ് റഫാക്കിയിരിക്കണേ, അതെന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കണേ. ആ ഒരു എക്കോ എഫക്റ്റും അതേമാതിരി റിവർബറേഷൻ എഫക്റ്റും ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ഒഴിവാകാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഒരാള് ഹലോ 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 അല്ലെങ്കിൽ ആ ഒരു എഫക്ട് ഇങ്ങനെ സിനിമ ഹാളിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമ അതേ കാണാൻ കുഴപ്പമുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ റഫായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് സ്മൂത്ത് സർഫസിലാണ് നടക്കുക. ആണല്ലേ, നല്ല അടിപൊളിയായിട്ട് റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ സ്മൂത്ത് സർഫസ് വേണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉണ്ടാവുമ്പോൾ ഇവിടെ റിവർബറേഷൻ എഫക്റ്റും ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ ആ സ്മൂത്ത്നെസ് കൊണ്ട് ഒഴിവാക്കിയാൽ മതി. മനസ്സിലായോ? അതാണ് പറയുന്നത്, സ്മൂത്ത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്കുള്ള ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസ്, ഏത് സർഫസിലാണ് അടിപൊളിയായിട്ട് സൗണ്ട് എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്യുക. സ്മൂത്തില് എന്താണ് എക്കോ, ഒരു സൗണ്ട് നമ്മൾ ഉണ്ടായതിനു ശേഷം അത് വേറെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഡിലേക്ക് ശേഷം നമ്മൾ കേൾക്കുന്ന സൗണ്ടാണ് എക്കോ. ആ ഡെഫിനിഷൻ വെച്ച് പറഞ്ഞാൽ മതി. പിന്നെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ലിമിറ്റ്, അത് എത്രയാ? നമ്മൾ ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ എത്ര നേരം നമ്മളെ ചെവിയിൽ നിൽക്കും? 1/10 സെക്കൻഡ്. ഒരു മിനിമം ഡിസ്റ്റൻസ് എടുക്കുന്നത് ഇപ്പം എന്താ, എയറിൽ ഒരു മിനിമം എക്കോ ഉണ്ടാവാൻ മിനിമം ഡിസ്റ്റൻസ് എത്രയാ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാ പറയണത്. ആ ഒരു ഡെറിവേഷൻ ഇല്ലേ, അത് നമ്മളെ പറയുന്നത് ജസ്റ്റ് 17.5. പിന്നെ മിനിമം ഡിസ്റ്റൻസ് എന്തുകൊണ്ടാ എയറിൽ മിനിമം ഡിസ്റ്റൻസ്, എയറിലും വാട്ടറിലും മിനിമം ഡിസ്റ്റൻസ് ഡിഫറെന്റ്. വാട്ടറിൽ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ മിനിമം ഡിസ്റ്റൻസ് ഉണ്ടാകാൻ കാരണം? ഇത് എയറിലല്ലേ, നമ്മൾ വാട്ടറിൽ കണ്ടപ്പോൾ 74 മീറ്ററാണ് ഉണ്ടായത്. അത് എന്തുകൊണ്ടാ? കാരണം എയറിലുള്ളത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ടറിൽ 1430 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ത് സൗണ്ട് വേവിന്റെ സ്പീഡ്. അത് അത്രയും പെട്ടെന്ന് പോയി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പാടില്ലല്ലോ. അപ്പൊ കുറെ ദൂരം പോകാനുള്ള സ്ഥലം വേണ്ടേ? മനസ്സിലായോ? അത് അവിടെ പോയി ചെറിയ സമയത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നോണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, എക്കോ കേൾക്കാത്തത്. അപ്പൊ കുറെ ദൂരം പോയാൽ കുറച്ചുകൂടി കൂടുതൽ സമയം എന്ത് ചെയ്യും, അത് എത്താൻ വേണ്ടിയിട്ട് എടുക്കും, നമുക്ക് എക്കോ കേൾക്കും. അതന്നെ അതിന്റെ സാധനം, സിമ്പിൾ ലോജിക്കാണ്. പിന്നെ റിവർബറേഷൻ എന്താന്ന് പറയാ, എന്തുകൊണ്ടാ സിനിമ തിയേറ്ററിൽ റഫായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണത്? റിവർബറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുണ്ടെങ്കിൽ നല്ലൊരു സിനിമ കാണാൻ പറ്റൂല, ക്ലിയർ ഉണ്ടാവില്ല, റഫ് സർഫസ് നല്ലോണം സൗണ്ടിന് റിഫ്ലക്ട് ചെയ്യൂല, അത്ര തന്നെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഓഡിയബിലിറ്റി ആൻഡ് അൾട്രാസോണിക് വേവ്സ്. കാര്യമായിട്ട് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഏരിയകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കണ്ടിട്ടുണ്ടാവും. മനുഷ്യർക്ക് 20 മുതൽ 20,000 വരെ ഹെഡ്സ് ഉള്ള ഫ്രീക്വൻസി സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിനർത്ഥം നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ടും ഉണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടും ഉണ്ട്. മനസ്സിലായോ? നമുക്ക് കേൾക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ ഈ വവ്വാലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ നട്ടപ്പാർക്ക് ഈ വവ്വാല് പോകുന്നത്, ഒരു സൗണ്ട് ഉണ്ടാക്കും, ആ സൗണ്ട് തിരിച്ച് അതിന്റെ ചെവിയിലെത്തിയിട്ട് അത് വെച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ ചങ്ങായി പോണത്. ഇവിടെ കാണാം, അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ടാണ് വവ്വാല്. അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യും, വവ്വാലിന് ഉണ്ടാക്കാൻ പറ്റും, കേൾക്കാനും പറ്റും. ഓക്കെ, ബേസിക്കലി നമ്മൾ അറിയേണ്ടത് ഹ്യൂമൻ ഓഡിബിൾ റേഞ്ച് എത്ര, 20,000-നും 20,000-നും ഇടയിൽ. 20ന്റെ താഴത്തേക്കുള്ളത് ഇൻഫ്രാസോണിക്, 20ന്റെ മേലേക്കുള്ളത് അൾട്രാസോണിക്, ഇത്ര അറിയാം. പിന്നെ ആർക്കൊക്കെ ഏതൊക്കെയൊന്നും അങ്ങനെ ചോദിക്കുന്നുണ്ടാവൂല, കുറവാ. ഇപ്പൊ ചിലപ്പോ വവ്വാലിന്റെ കേസൊക്കെ പറയും. പിന്നെ ഇവിടെ 1-2 എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ സംഗതി എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കണം. അതിന്റെ യൂസ് കേസസ് ഇവിടെ പറയുന്നുണ്ട്. കിഡ്നി സ്റ്റോൺസ് കളയുക, സൈക്കോതെറാപ്പി, ഫിസിയോതെറാപ്പി, പിന്നെ അൾട്രാസോണോഗ്രാഫി, ഇമേജ് ഓഫ് കിഡ്നി ലിവർ,
ഇതൊക്കെ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എടുക്കും. കിഡ്നിത്തെ കല്ലൊക്കെ എങ്ങനെ ഇതാക്കുക, ഈ അൾട്രാസോണിക് തന്നെ എന്താ നല്ലോണം ഫ്രീക്വൻസി അതായത് നല്ലോണം കടന്ന് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ കല്ലുമ്മക്ക് ഇങ്ങനെ മറ്റേ ഇത് കാട്ടിയ മാതിരി ഷൂട്ടാക്കിയിട്ട് അടിച്ചാല് അവിടെ കടന്ന് വൈബ്രേറ്റ് ചെയ്തത് എന്ത് ചെയ്യും, പൊട്ടി തകിടുപൊടിയാവും. അതാണ് ഉദ്ദേശിച്ചത്. അതേമാതിരി തന്നെയാണ് എന്ത് ഈ ഇലക്ട്രോണിക് കമ്പോണൻസും. അതൊക്കെ നല്ലോണം പവർഫുൾ ആക്കി സ്പീഡാക്കി തരിപ്പിച്ച അതിമെല്ലാം പൊട്ടും പൊടിയൊക്കെ പോരും. പിന്നെ സോണാർ നാവിഗേഷൻ, അത് കപ്പലിന്റെ അടിയിലേക്ക് എത്ര ആഴം ഉണ്ടെന്ന് അറിയാം. അതെങ്ങനെ കാണുക, വെച്ചാല് ഇപ്പോ ഈ ചങ്ങായി ഇവിടുന്ന് ഒരു സൗണ്ടും കേട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് തിരിച്ചിവിടെ എത്തണ്ടേ. അപ്പൊ ആ ഒരു സമയം എടുക്കുമല്ലോ, അവിടെ തട്ടി തിരിച്ചെത്താനൊരു സമയം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ വിട്ട സൗണ്ട് തിരിച്ചു കേൾക്കാൻ. അപ്പൊ ആ ഗ്യാപ്പും ആ പോയ സ്പീഡും വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കുണ്ട് അങ്ങനത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ വേറെ സംഗതി, ഗാൾട്ടൺ വിസിൽ അത് നോട്ട് ചെയ്ത് വെച്ചോ. പട്ടിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ ഗാൾട്ടൺ വിസിൽ പറഞ്ഞ വിസിൽ യൂസ് ചെയ്യും. അതെന്തുകൊണ്ടാ വെച്ചാല് ലൈക്ക് പട്ടിക്ക് അൾട്രാസോണിക് കേൾക്കാൻ പറ്റും, നമുക്കത് കേൾക്കാൻ പറ്റൂല. അപ്പൊ പട്ടികൾക്ക് എന്ത് ചെയ്യാം, ആ യൂസ് ചെയ്യുന്ന വിസിൽ, ട്രെയിൻ ചെയ്യുന്ന ആ വിസിലിന്റെ പ്രത്യേകതയാണ് അത് അൾട്രാസോണിക് ആണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല, പട്ടിക്ക് കേൾക്കാൻ പറ്റും. അതിന് പിന്നെ ബാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാട്ടപ്പാരിക്ക് ഒരു ട്രാവൽ ചെയ്യുക, ജന്തുക്കളൊക്കെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. ഇത്രയാണ്. പിന്നെ സോണാർ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഒരു പ്രോബ്ലം. ഷിപ്പ് എന്ത് ചെയ്യാൻ ട്രാൻസ്ലേറ്റ്, ഷിപ്പ് എന്ത് ചെയ്തു, ഒരു സൗണ്ട് പുറത്തേക്ക് വിട്ടു, തിരിച്ചെന്ത് ചെയ്തു, വന്നു. എത്ര സെക്കൻഡിനുള്ളിൽ, 2 സെക്കൻഡിൽ, 0.2 സെക്കൻഡിനുള്ളിൽ. ട്രാവൽ ഡിസ്റ്റൻസ് എത്ര, വെലോസിറ്റി എത്ര, 5.22. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിൽ നിന്ന് റോക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആ എക്കോ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, എക്കോക്ക് സർഫസ് റിഫ്ലക്റ്റിംഗ് സർഫസ് എത്ര ഡിസ്റ്റൻസ് ആണ് അതറിയുന്ന അതേ കൺസെപ്റ്റാ. അപ്പൊ ഇവിടുന്ന് ഷിപ്പ് ഈ സൗണ്ട് വിട്ടിക്കണമെങ്കിൽ ഇങ്ങനെ പോയി ഇവിടെ തട്ടി അത് തിരിച്ച് വരുന്ന ആ ഒരു സമയം. അപ്പോ ഡി എന്ന് പറയുന്നത് എന്താ, വി ഇൻറ്റു ടി, 1522 ഇൻറ്റു 0.2. ഇങ്ങനെയാവുമ്പോ നമുക്ക് എന്ത് കിട്ടും, എന്നിട്ട് അതിനെന്ത് ചെയ്യാം, ഡിവൈഡ് ബൈ, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ വേണ്ട. അപ്പൊ ഈ കിട്ടുന്ന വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എന്ത് കിട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുള്ള ഒരുപാട് സമയമായി. ബേസിക്കലി ഇതാ ബിന്റെ വാല്യൂ ഇട്ടു, ഇതും ചെയ്തു. എങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇത് 304.4 ഇട്ടും അതിന്റെ പകുതി 152.2 മീറ്റർ. ഓക്കെ ആണല്ലോ. മറ്റേ എക്കോന്റെ സിമിലർ ടു എക്കോന്റെ ഏകദേശം അതേപോലെ തന്നെ. ഇനി വേവുകൾ നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ മാതിരി അമിതമായാൽ അമൃതവും വിഷമാണല്ലോ. ഓക്കെ, അപ്പൊ വല്ലാണ്ട് ഇപ്പൊ നമ്മളെ സൂര്യപ്രകാശത്തിന്റെ ഇതൊക്കെ തേറ്റിങ്ങാണ്ട് പൊള്ളലും മുറിയാവലും ഒക്കെ അല്ലേ, അതെന്താ യു വിയിലേക്ക് നല്ലോണം കൊണ്ടു അങ്ങനെ കിട്ടും. കുറച്ചൊക്കെ ഓക്കെ, ഒരുപാട് കൊണ്ടാ പണി കിട്ടും. കാരണം അത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു, മനസ്സിലായോ? നമുക്ക് ആവശ്യമില്ല എനർജി പോരെ, അനാവശ്യ എനർജി എന്തിനാ? അപ്പൊ അതിന്റെ കുറച്ച് സെസ്മിക് വേവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഭൂമികുലുക്കൊക്കെ അല്ലേ, ഭൂമികുലുക്കൊക്കെ എങ്ങനെ ഉണ്ടാവണേ, ഇതേമാതിരി വെള്ളത്തിൽ നമ്മളിങ്ങനെ അടിച്ചുമ്പോൾ ട്രിപ്പിൾ എഫക്ട് ഇങ്ങനെ വരികയല്ലേ, അതേമാതിരി ഭൂമിക്ക് പെട്ടെന്നൊക്കെ ഒരു സമയത്ത് സാധനം വരും. അപ്പൊ ഇതെന്ത് ചെയ്യും, ഭൂമിന്റെ ആ നിലക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുടയും. ആ കുടയിലാണ് നമ്മൾ സെസ്മിക് വേവ് എന്ന് പറയുന്നത്. അപ്പൊ അത് വല്ലാണ്ട് എടുത്ത് കുടഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെ ഇങ്ങനെ ആടിപ്പറ്റും, മനസ്സിലായോ? അപ്പോ ചെറിയ അട്ടൊക്കെ പേരൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ വല്ലാണ്ട് ഇങ്ങനെ അടിയുണ്ടാവും. ഞാൻ അറിയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ? സുനാമി ഒക്കെ സുനാമി ഇതേമാതിരി വെള്ളത്തിന്റെ അടിയിൽ, കടലിന്റെ അടിയിൽ ഇതേമാതിരി ഒരു വേവാണ് വരുമ്പോ ഭൂമികൾക്കും കടലിൽ നടക്കുമ്പോ സുനാമി വരും. അതിന് കരയിൽ നടന്ന പേരൊക്കെ പൊളിഞ്ഞാടും. അതിന്
ഇതൊന്ന് ലാസ്റ്റ് വായിക്കാനുള്ളൂ. പിന്നെ ഈ ഒരു സാധനം നോട്ട് ചെയ്ത് വെച്ചോ, എർത്ത് ക്വേക്ക് ഇന്റൻസിറ്റി നോക്കണ സാധനം, ഈ ഒരു സ്കെയില്. ഓക്കെ, സെസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുനാമി എങ്ങനെയാ വരുന്നത്, സുനാമി എവിടെ വരിക, അണ്ടർ വാട്ടർ വള്ളത്തിന്റെ അടിയിൽ, കടലിന്റെ അടിയിൽ എർത്ത് ക്വേക്ക് വരുമ്പോഴാണ് സുനാമി ഉണ്ടാവുക. ഇതാണ് ഒരു മെമ്മറൈസ് ചെയ്യേണ്ട സംഗതി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇത് അതിന്റെ ഇക്വേഷന്, ടൈം പീരീഡ് തമ്മിലുള്ള ഇക്വേഷന്, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും വെലോസിറ്റി തമ്മിലുള്ള ഇക്വേഷന്, പിന്നെ ഇത് നമ്മളുടെ എക്കോയിലും സോണാറിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ റിഫ്ലക്ട് ഈ സർഫസ് കാണാനും ഡെപ്ത് കാണാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വാട്ടറിൽ എയറിലുള്ള മിനിമം ഡിസ്റ്റൻസ് അത് ഓർത്ത് വെക്കണം. പിന്നെ ഇവിടെ ഈ ഒരു പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് സൗണ്ടിന്റെ ആ ഒരു ടൈം ഇന്റർവെല്ലും വേണം ഓർത്ത് വെക്കുക. പിന്നെ ഓഡിയബിൾ നമ്മളെ ലിമിറ്റ്. പിന്നെ ഈ ഒരു കിലോന്റെ കണക്ക് കാണുമ്പോൾ സംശയപ്പെടണ്ട. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ 20K എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവുമല്ലോ ലൈക്കിന്റെയും ഫോളോവേഴ്സിന്റെ ഒക്കെ കണക്ക് അല്ലേ. 20K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000. 2M എന്ന് പറഞ്ഞാൽ എന്താ, 2 മില്യൺ അഥവാ 20 ലക്ഷം. മനസ്സിലായോ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ആ കണക്ക് തന്നെ. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇങ്ങനെ കുറെ പൂജ്യത്തെ ഇതിന് പകരം കേട്ടു. ഇതാ കണ്ടോ, 1000 എന്ത് ചെയ്തു, 1000K ആണ് എഴുതി. ഈ 1000 നമുക്ക് എങ്ങനെ എഴുതാം, 10⁻3, 10ന്റെ മേലെ 3 ഇട്ടു. അതിന്റെ അർത്ഥം എന്താ, 1 കഴിഞ്ഞിട്ട് 3 പൂജ്യം ഉണ്ട്. മനസ്സിലായോ? ഇത് മെഗാ ഹെച്ച്, ഇത് മില്യൺ അല്ല കേട്ടോ, മെഗയാണ്. മെഗ എന്ന് പറയുമ്പോ 10 കഴിഞ്ഞിട്ട് 6 പൂജ്യം, 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം, 1 2 3 10 100 1000 15 ലക്ഷം. 10 ലക്ഷം തന്നെ മെഗാ മില്യൺ. മെഗാ എന്നാണ് പറയാ. എന്നാലും ഇനി കുറച്ച് പ്രോബ്ലം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിൽ ബാറ്റിന് ഇത്രയും ഇത് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം വേവ് ലെങ്ത്, ഫ്രീക്വൻസി എത്ര, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 കിലോ ഹെർട്സ്. അങ്ങനെ സ്പീഡ് എന്ന് പറയുന്നത് 350. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചേ, ലാംഡ എത്രയാന്നാ നമുക്ക് കാണാലോ. V = കോസ് ഇൻറ്റു ലാംഡ. അപ്പൊ ലാംഡ എന്താ, ലാംഡ അല്ലേ ചോദിച്ചേ. ലാംഡ എന്താന്ന് ചോദിക്കുമ്പോ V/F 350 / 120K എന്നുണ്ട്. അത് മറക്കരുത്, കിലോ എന്നുണ്ട്. ഇത് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആ മാക്സിമം വേവ് ലെങ്ത് കിട്ടും. മാക്സിമം വേവ് ലെങ്ത് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇതേപോലെ 50 ക്രസ്റ്റ്, 50 ട്രഫ്, 50 ക്രസ്റ്റ്, 50 ട്രഫ്റ്റ് 0.25 സെക്കൻഡ്സ്. ഫ്രീക്വൻസി എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വേവ് സൈക്കിളില് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ടാവുക അല്ലെ. ഒരു സൈക്കിളില് എന്താ ഉണ്ടാവുക, ഒക്കെ ഓരോന്ന് വീതം. അപ്പൊ 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, 50 സൈക്കിൾ എന്നല്ലേ. ഈ 50 സൈക്കിള് എത്ര സെക്കൻഡിലാണ്, 0.5 സെക്കൻഡിന്റെ ഉള്ളില് അല്ലെ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡില് എത്ര സൈക്കിൾ എന്നാണ് അല്ലെ. 0.5 സെക്കൻഡിൽ 50 ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര കാരം, 100 സൈക്കിള്. ഇപ്പൊ ഒരു സെക്കൻഡില് 100 സൈക്കിള്. മനസ്സിലായോ? ഇക്വേഷനും കൂടി യൂസ് ചെയ്തില്ല, വെറും കൺസെപ്റ്റ്. മനസ്സിലായോ? അങ്ങനെ തന്നെ കണ്ടാൽ മതി. അപ്പൊ ഫ്രീക്വൻസി എത്ര, 100 ഹെർട്സ്. മനസ്സിലായോ? അതിന് ആൻസർ കിട്ടിയില്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ, ട്രഫ് 2 മീറ്റർ അപ്പാർട്ട്, ട്രഫ്സ് 2 ട്രഫ്സുകൾ തമ്മിൽ അഥവാ 2 കുനു, ഈ ചങ്ങായി അടിയത്തെ ചങ്ങായി ഇങ്ങനെയുണ്ടെങ്കിൽ ഈ 2 ചങ്ങായി തമ്മിൽ 2 അഥവാ മീറ്റർ അപ്പുറത്താണ്. അതിനർത്ഥം ലാംഡയാണ് ആ തന്നിക്കുന്നത്. സ്പീഡ് ഇത്രയാണ്, അങ്ങനെയാണ് ഫ്രീക്വൻസി ഇത്രയാണ്. അപ്പൊ എന്താ, നമ്മള് ഈക്വേഷൻ യൂസ് ചെയ്തൂടെ കാണ്, ഇന്ന് സുഖല്ലേ. അതിന് ഫുൾ ആൻസർ ഇവിടെ ഉണ്ട്. 100 × 20
ഇത് ഏകദേശം ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. ഇത്ര കിട്ടും, 10 ഹെഡ്സ്, 100 ഹെഡ്സ്. ഈ MCQ ഒരു സിമ്പിൾ പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻ. ഇതിലേതാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്? 5 കേൾക്കാൻ പറ്റുമോ? പറ്റൂല. 20 സ്റ്റാർട്ടിങ് തന്നെ. സ്റ്റാർട്ടിങ് ഇത് 200 അല്ല കേട്ടോ, 200 ഇൻറ്റു 1000. അപ്പൊ ഇത് 20,000 കഴിഞ്ഞു. ഇത് 50 ഇൻറ്റു 1000. അപ്പൊ 50 എന്താ കഴിഞ്ഞു. നമുക്ക് കേൾക്കാൻ പറ്റുക എത്ര ഉള്ളൂ? 20 ടു 20,000, 20K അല്ലേ? 2000 അതിൽ പെടുമല്ലോ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഇനി ഈ ഒരു പാർട്ടില് നമ്മളെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓഡിബിൾ ഫ്രീക്വൻസി 20 ടു 20K ഹെഡ്സ്, പിന്നെ ഇൻഫ്രാസോണിക്, അൾട്രാസോണിക്, ഇതിന്റെ അപ്പുറത്ത് ഇൻഫ്രാ, ഇതിന്റെ അപ്പുറത്ത് അൾട്രാ, മെഡിക്കല്, കിഡ്നീന്റെ സാധനം ക്ലീൻ ആക്കുക, മെഷീനറീസ് ക്ലീൻ ആക്കുക, സോണാറ്, സൗണ്ട് അങ്ങോട്ട് എന്താ ഡോഗിനെ ട്രെയിൻ ചെയ്യണ വിസില് ഒക്കെ തന്നെ. പിന്നെ സോണാർ എങ്ങനെയാണ് യൂസ് ചെയ്യണത്, അതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലേ എന്തേനു? V=D/2 V/T/2. ആ സാധനം അവിടെ കണ്ടേ, കുറച്ച് അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നെ അതിനെ. പിന്നെ എന്താണ് സെസ്മിക് വേവ്സ്? എന്താണ് അതിന് യൂസ് ചെയ്യുന്നത്? എന്താ റിച്ചാർഡ് സ്കെയിലോ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടേ. ഇതാ അവിടെ എന്താ റിച്ച്റ്റർ സ്കെയിലോ അങ്ങനെ എന്താണ്. അത് സെസ്മിക് വേവ് എന്താന്ന് ഞാനകത്ത് പറഞ്ഞു തന്നെ. അത്രേ ഉള്ളൂ. സോ ചാപ്റ്റർ കംപ്ലീറ്റ്. ഈ ജ്ഞാനത്തിൽ ആകെ അറിയേണ്ട എന്തുള്ളൂ? വേവ് ലെങ്ത് എന്താ, ഫ്രീക്വൻസി എന്താ, ആംപ്ലിറ്റ്യൂഡ് എന്താ, ടൈം പീരീഡ് എന്താ, വെലോസിറ്റി എന്താ, അതിന് എങ്ങനെയാണ് ഈ സാധനത്തുമ്പോ കാണുക? ചിത്രം വരച്ചാണ്ട ഒന്നുകൂടി സുഖം. മനസ്സിലായോ? ലോഞ്ചിറ്റ്യൂഡിലുണ്ട്, അതേപോലെ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, മെക്കാനിക്കൽ വേവ്സിനുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്വേഴ്സ് വേവ് മാത്രമേ ഉള്ളൂ. മീഡിയം വേണം ട്രാൻസ്വേഴ്സ് വേവിന്, വേണ്ട. മീഡിയം വേണ്ടായിരിക്കല്ല മെക്കാനിക്കൽ വേവ്സിന്. ട്രാൻസ്വേഴ്സ് വേവിനല്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മീഡിയം വേണ്ട. ലൈക്ക് സെയിം സാധനമാണ് എല്ലായിടത്തും. സിമ്പിൾ ആണ്. കുറെ സാധനം പറയാനുണ്ടെന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വലിപ്പിക്കാണ്ടെന്നുള്ളൂ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സൈനിങ് ആവും.